ഹായ് വെൽക്കം ടു മോസ്ട്രാക്ക്. നമുക്കിന്ന് എക്സലിൽ ഒരു ഹ്യൂജ് ഡാറ്റ, അതായത് ഒരുപാട് കോളം, ഇവിടെ ഇപ്പോൾ Z വരെയുള്ള കോളം ഡാറ്റയുണ്ട്. ഈ ഡാറ്റ ഞാൻ റിപ്ലിക്കേറ്റ് ചെയ്തതാണ്, ഒരു സെയിം കോളം തന്നെ കോപ്പി ചെയ്തിട്ട് അത് Z വരെ എത്തിച്ചതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ ഇവിടെ ഉണ്ട്. നമുക്കിപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഈ ഒരു കോളം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള B കോളത്തിലുള്ള ഏതാണ് വന്നത് നോക്കണമെങ്കിൽ നമ്മളിങ്ങനെ മൗസ് കൊണ്ട് അല്ലെങ്കിൽ സെലക്ഷൻ ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് നോക്കാൻ എത്രാമത്തെ റോയിലാണെന്ന്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കണക്കായിട്ട് അതിൻ്റെ ആ റോവും ആ കോളവും സെലക്ട് ആകുകയാണെങ്കിൽ, ഇതിപ്പോൾ ഫ്രീ സ്പാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പോകാത്തത്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ സെലക്ഷനായി വരികയാണ്. ഒരു പ്രത്യേക നമ്മൾ ഓരോ സെലക്ട് ചെയ്യുമ്പോൾ ഈ റോ മുഴുവൻ ഒരു പ്രത്യേക കളറിലേക്ക് ഷെയ്ഡ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അത് VBA, അതായത് വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻ കോഡ് ഉപയോഗിച്ചിട്ട്, VBA കോഡ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. VBA എന്ന് കണ്ടിട്ട് നമ്മൾ നെട്ടൊന്നും വേണ്ട, നമ്മൾ തലമുണ്ടാക്കി എഴുതേണ്ട ആവശ്യമില്ല. അതൊക്കെ നെറ്റിൽ കിട്ടാനുണ്ട്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ MS ഓഫീസിൻ്റെ സൈറ്റിൽ തന്നെ ഉള്ള കോഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ആ കോഡ് ഇവിടെ ഉണ്ട്. കോഡ് ഞാൻ നോട്ട് പാഡിലേക്ക് കോപ്പി വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് സബ് വർക്ക്ഷീറ്റ് ചേഞ്ച്, ഇത്രയാണ് കോഡ് വരുന്നത്. ഇത്രയാണ് ശരിക്കും കോഡ് വരുന്നത്. ഏതായാലും ഈ കോഡ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടുന്ന് കോപ്പി ചെയ്ത് എടുത്താൽ മതി. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ ഇപ്പം കോഡ് എവിടെയാണ് VBA കോഡ് ഇടേണ്ടത്, ആ കോഡൊന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാവും. നമ്മൾ ചെയ്യാൻ പോകുന്നത് Alt F11 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. ഇങ്ങനൊരു വിൻഡോ വരുമ്പോൾ ഇവിടെ ഷീറ്റ് 1 ഇപ്പം നമുക്ക് ഡാറ്റയുടെ ഷീറ്റ് 1 നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ജനറൽ എന്നുള്ളിടത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വർക്ക്ഷീറ്റ് എന്ന് കാണാം. വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ കോഡ് ഇടേണ്ടത്. ഇവിടെ ഓൾറെഡി പ്രൈവറ്റ് സബ് എൻഡ് സബ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട് പാഡിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചാൽ അതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ പ്രത്യേകിച്ച് കോഡ് അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഇവിടെയുള്ള ഇതിൻ്റെ മേലെ തന്നെ കോഡ് ഇടാം. അതായത് അത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യാം. ഇത് പേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഈ എക്സൽ അല്ല ക്ലോസ് ആകുന്നത്, ഈ കോഡ് വിൻഡോ മാത്രമാണ് ക്ലോസ് ആകുന്നത്. ഇവിടെ ക്ലോസ് ആയി. ഇനി നമ്മൾ മൗസ് വെച്ച് നോക്കാം. കണ്ടല്ലോ, നമ്മൾ സെലക്ട് ചെയ്യുന്നതിനൊക്കെയായിട്ട് ഇത് വേറെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കിവിടെ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കളർ പോയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ കളറിനെയും ബ്ലാങ്ക് 0 ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അക്ഷരങ്ങളുടെ കോഡ് ഇത് മാറ്റിയിട്ടാൽ മതി. ഇതിപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ കോഡും, അതായത് നമ്മളൊരു ഡാറ്റ ഒരു സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ കോളവും ആ സെല്ലിൻ്റെ റോവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നമുക്കതിൻ്റെ കളർ ചേഞ്ച് വേണം. നമുക്ക് ഈ നീല ഇഷ്ടമല്ലെങ്കിൽ വീണ്ടും Alt F11 ക്ലിക്ക് ചെയ്യാം. ഇതിന് നമ്മൾക്കൊരു നോക്കി നോക്കാം, എന്തെങ്കിലും ഒരു 6 അത് 2 കളറും 2 ഡിഫറെൻറ്റ് വേണമെങ്കിൽ 2 ഡിഫറെൻറ്റ് നമ്പർ കളർ കോഡ് കൊടുക്കുക. ക്ലോസ് ചെയ്യാം. സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ വേറെ ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു കുറച്ച് കോഡ് പേസ്റ്റ് ചെയ്യലോടുകൂടി നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് സാധിക്കുകയാണ്. ഇത് പക്ഷേ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഫയൽ സേവ് ചെയ്യുമ്പോൾ ഇത് എനിക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്യണമെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് The following features cannot be saved in macro free workbook. macro free workbookൽ, അതായത് ആദ്യം മാക്രോ ഉണ്ടായില്ല, ഇപ്പം മാക്രോ കോഡ് ഉണ്ട്. അത് നോ അടിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് സേവ് ആസ് അടിക്കുക. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എവിടെയാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സാമ്പിൾ ഡാറ്റ എന്നുള്ളത്, ഇവിടെ സേവ് ആസ് ടൈപ്പിൽ എക്സൽ മാക്രോ എനാബിൾഡ് വർക്ക് ബുക്ക് അതങ്ങനെ തന്നെ സേവ് ചെയ്യാം. മാത്രമല്ല മാക്രോ ആണ് ശരിക്കും ഈ കോഡ് ഇട്ടാൽ മാക്രോ എനേബിൾഡ് ഷീറ്റാണ് ആകുന്നത്. അതുകൊണ്ട് തന്നെ മാക്രോ നമ്മുടെ ഷീറ്റിൽ എനേബിൾ ആയിരിക്കണം. അതെങ്ങനെ എനേബിൾ ആക്കാൻ എന്നുള്ളത് നമ്മളിവിടെ സെറ്റിങ്സിൽ ഓഫീസ് ബട്ടണിൽ പോവാം, എക്സൽ ഓപ്ഷൻസിൽ പോവാം, ട്രസ്റ്റ് സെൻറ്ററിൽ പോകാം, ട്രസ്റ്റ് സെൻറ്റർ സെറ്റിങ്സിലെടുക്കാം. ഇവിടെ മാക്രോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, മാക്രോ സെറ്റിങ്സ്. ഈ മാക്രോ സെറ്റിങ്സിൽ ഡിസേബിളിലായിരിക്കും നോർമലി ഉണ്ടാവുക, എനേബിൾ ആയിരിക്കണം. ഈ എനേബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. VBA കോഡ് ഇടുന്ന എന്ത് കാര്യങ്ങളും വർക്ക് ചെയ്യണമെങ്കിൽ ആ മാക്രോ എനേബിൾ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ സേവ് ചെയ്യാണ്. വീണ്ടും നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. സാമ്പിൾ ഡാറ്റ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.